നമസ്കാരം. പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. സൗദിയിലെ അബ്ഹയിൽ പ്രവാസി ഉറക്കത്തിൽ മരിച്ചു. ആലപ്പുഴ കായംകുളം പെരിങ്ങാല രതീഷ് ഭവനിൽ രാജീവ് സദാനന്ദ ചെട്ടിയാറാണ് ഉറക്കത്തിൽ ഹൃദയാഘാതമെന്ന് മരിച്ചത്. അബ്ഹ കമീസ് റോഡിൽ ഫുജാലി പാലത്തിന് സമീപം തമർ ലോജിസ്റ്റിക്കിൽ ഡ്രൈവർ ജോലി ചെയ്തു വരികയായിരുന്നു. 5 മാസം മുമ്പാണ് നാട്ടിൽ പോയി വന്നത്. സമാനമായ മറ്റൊരു സംഭവത്തിൽ വിമാനത്തിൽ വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് അടിയന്തരമായി ദുബായിലിറക്കി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ പ്രവാസി മലയാളിക്ക് ദാരുണാന്ത്യം. കുവൈറ്റിൽ നിന്ന് കേരളത്തിലേക്ക് യാത്ര ചെയ്യവെയാണ് ദുരന്തം പടികടന്നെത്തിയത്. പത്തനംതിട്ട റാന്നി ചിത്തക്കൽ സ്വദേശി തോമസ് ചാക്കോയാണ് മരിച്ചത്. കുവൈറ്റിൽ ജോലി ചെയ്യുന്ന തോമസ് കുവൈറ്റ് എയർലൈൻസിൽ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടതായിരുന്നു. വിമാനം പറന്നു തുടങ്ങി കുറച്ചു സമയമായപ്പോഴേക്കും നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു. തുടർന്ന് വിമാനം ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കുകയായിരുന്നു. അപ്പോഴേക്കും ആംബുലൻസും മറ്റ് സംവിധാനങ്ങളും ഒരുക്കി. ആംബുലൻസിൽ കയറ്റി യാത്ര തുടങ്ങുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ദുബായ് പോലീസ് മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് നടപടികൾക്ക് നേതൃത്വം നൽകുന്ന സാമൂഹിക പ്രവർത്തകൻ നസീർ വാടാനപ്പള്ളി പറഞ്ഞു. പ്രവാസ ലോകത്ത് ഈ വാർത്തകൾ ഇപ്പോൾ പരിചിതമായിരിക്കുന്നു. മെച്ചപ്പെട്ട ജീവിത സാഹചര്യം തേടി ഇവിടെ എത്തുന്ന പലരും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ബാക്കി വെച്ച് കടന്നുപോയി. തൊട്ടുമുന്നിലെ നിമിഷം വരെ തിരക്കുകൾക്കിടയിൽ അമർന്നവരിൽ പലരും അടുത്ത നിമിഷം മരണത്തിന് കീഴടങ്ങിയ കാഴ്ചകൾ ഞെട്ടലോടെയാണ് പ്രവാസികൾ കാണുന്നതും കേൾക്കുന്നതും. പ്രവാസികൾക്കിടയിൽ മുൻപെങ്ങും ഇല്ലാത്ത വിധം ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വർദ്ധിക്കുകയും അത് ഹൃദയാഘാതം കാരണമാകുന്ന മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നത് ആശങ്കാജനകമാണ്. പ്രായമായവരിലായിരുന്നു ഹൃദ്രോഗം കണ്ടുവന്നിരുന്നെങ്കിൽ ഇന്ന് സ്ഥിതി മാറി. 20കളിലും 30കളിലുമൊക്കെ യുവത്വത്തിന്റെ സജീവതയിൽ പോലും ഹൃദ്രോഗം പിടിമുറക്കുന്ന കാഴ്ച ഉത്കണ്ഠാജനകമാണ്. ജീവിത ഭക്ഷണ ശൈലികൾ ഉൾപ്പെടെ വിവിധ ഘടകങ്ങളാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകുന്നത്. നമ്മൾ ഇന്ത്യക്കാരുടെ ജനിതക ഘടന ഇങ്ങനെയാണെന്ന കാരണത്തിനൊപ്പം സ്ട്രെസ് എന്ന പേരിൽ നാം വിളിക്കുന്ന മാനസിക സംഘർഷങ്ങളും വിഷമങ്ങളും ഒക്കെയാണ് ഹൃദയ സംബന്ധിതമായ രോഗങ്ങൾക്ക് പ്രധാന കാരണങ്ങൾ. വീട്ടിൽ നിന്ന് അകന്നു താമസിക്കുന്ന പ്രവാസികൾ ഒറ്റപ്പെടലിന്റെ വേദന അടുത്തറിയുന്നവരാണ്. ഫോണിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒക്കെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും നാട്ടുകാർക്കുമൊപ്പം ഓൺലൈൻ ലോകത്ത് സജീവമാണെങ്കിൽ കൂടി ഒറ്റപ്പെടലിന്റെ ആശങ്കകൾ അലട്ടുന്നവർ ഏറെയാണ്. നാട്ടിലെ കുടുംബങ്ങളിൽ നിന്ന് ആവശ്യത്തിന് പിന്തുണയും പരിഗണന ലഭിക്കാതിരിക്കുന്നതും വിഷമങ്ങൾ പങ്കുവയ്ക്കാൻ സാഹചര്യമില്ലാത്തതും ഒറ്റപ്പെടലിന്റെ കാരണങ്ങളാണ്. അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കിടയിൽ ആശങ്കാജനകമായ ഹൃദ്രോഗ സാധ്യത കൂടുതലും. അതിനാൽ തന്നെ നാട്ടിലെ കുടുംബാംഗങ്ങളുടെ പിന്തുണ പ്രവാസികൾക്ക് ഏറ്റവും ആവശ്യമായ സാഹചര്യമാണ്. പ്രവാസികൾക്കിടയിൽ ഹൃദയാഘാതം മൂലമുള്ള മരണങ്ങൾ വർദ്ധിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഒമാനിൽ മരണപ്പെട്ടത് 50ലേറെ ഇന്ത്യക്കാരാണെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ പറയുന്നത്. എന്നാൽ ഇവരിൽ 60% പേർ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടവരാണ്. 10ലേറെ പ്രവാസി യുവാക്കളാണ് ഒമാനിൽ ആ സമയം ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത്. യുവാക്കൾക്കിടയിൽ ഹൃദയാഘാതം അടുത്ത കാലത്ത് വർദ്ധിച്ചു വരികയാണ്. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന ഹൃദയ സംബന്ധമായ അസുഖമാണ് ലോകമെമ്പാടുമുള്ളതും ഒമാനിലെയും പ്രധാന മരണകാരണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഹൃദയസ്തംഭനം മൂലമുള്ള മരണം നിരക്കുയർത്തിയതായി സാമൂഹിക പ്രവർത്തകരും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ മൂലം ചികിത്സ തേടുന്നവർ വർദ്ധിച്ചതായി ഡോക്ടർമാരും സാക്ഷ്യപ്പെടുത്തുന്നു. ഉയർന്ന കൊളസ്ട്രോൾ, ഉയർന്ന രക്തസമ്മർദ്ദം, പുകവലി, പ്രമേഹം, പൊണ്ണത്തടി, ശാരീരിക നിഷ്ക്രിയത്വം, പൂരിത കൊഴുപ്പ് കഴിക്കുന്നത് തുടങ്ങിയ അപകട ഘടകങ്ങൾ അതിന്റെ വ്യാപനത്തിന് കാരണമാകുന്നു. സ്ഥിരമായി പുകവലിക്കുക, പതിവ് വ്യായാമത്തിന്റെ അഭാവം, അനാരോഗ്യകരമായ ഭക്ഷണക്രമം എന്നിവ ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. സമ്മർദ്ദപൂരിതമായ ജീവിതം, കുടുംബം അല്ലെങ്കിൽ കഠിനമായ തൊഴിൽ സാഹചര്യങ്ങൾ, കുടുംബചരിത്രം എന്നിവയും കാരണങ്ങളിൽ പെടുന്നുവെന്നാണ് വിദഗ്ധർ പറയുന്നത്.